ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നത്. എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ പരാതിയുടെ ബാക്കി ഭാഗം അന്വേഷിക്കുന്നതിന് നാളെ ഇവിടെ വരും. നാളെ ഇവിടെ വരുമ്പോൾ അത് പരിഹരിക്കപ്പെടും. അതിൽ കുഴപ്പമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗം. അതൊക്കെ ഒരു പരാതി ഒരാൾ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയാൻ പാടില്ലല്ലോ. ചോദ്യം അങ്ങനെയൊന്നുമില്ല. പോലീസ് തന്നെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആരും ഉപദ്രവിച്ചെന്ന് പറഞ്ഞില്ല. പക്ഷെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഇത്രയും നേരം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ നിയമത്തിന് വിധേയനായ ആളാണ്. ഒരു പരാതി ഉണ്ടായാൽ ആ പരാതിയെ സംബന്ധിച്ചുള്ള സംശയം തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഉദ്ദേശിച്ചാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു. ഇനി അത് കുറച്ചുകൂടി അന്വേഷിക്കാനുണ്ട്. ഒരു സംശയം, താങ്കൾക്കെതിരായ പരാതി എന്ന് പറയുന്നത് ചില സാമ്പത്തിക ആരോപണങ്ങളാണ്. ആ ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ട്? 100% തെറ്റായ ആരോപണമാണ്. 100% കള്ളപ്പരാതിയാണ്. 1% പോലും സത്യമില്ല. ഇതിനെതിരെ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം? അത് ഞാൻ പിന്നീട് ആലോചിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയുന്നില്ല. നാളെ കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബവുമായിട്ട് എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല. ഈ പറയുന്ന ഈ കേസിലെ പ്രതി നിങ്ങളുടെ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടോ? അത് ഒരു കോവിഡിന് മുമ്പാണ്. കുറച്ച് നാൾ, ഒരു 1.5 കൊല്ലം ആ പയ്യൻ ഇവിടെ നിന്നിരുന്നു. അതിനാവശ്യമായ പ്രതിഫലം എല്ലാം കൊടുത്തിരുന്നു. ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് കുറച്ച് കാലം എല്ലാവരും കുറച്ച് ഒരാളെ സഹായിക്കുമല്ലോ. ആ രീതിയിൽ നമ്മൾ സഹായിച്ചു. അത് വർഷങ്ങളായി. അതിനാവശ്യമായ റെമ്യൂണറേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല. അതിനുശേഷം കുടുംബമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അയാളെ ഞാനങ്ങ് വിട്ടു. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയുള്ള ബന്ധപ്പെട്ടവർ ബന്ധപ്പെടുമല്ലോ. അല്ല, ആ തരത്തിലുള്ള ഒരു ബന്ധം അല്ലാതെ വേറെ തരത്തിലുള്ള ബന്ധമില്ല. ഇതിപ്പോ ശ്രീധുവായിട്ടും ബാക്കി നാളെ അങ്ങനെയുണ്ടോ? ആത്മീയ ഗുരുവാണ് അവരുടെ? ഇല്ല. ഞാൻ ആരുടെയും ആത്മീയ ഗുരുവൊന്നുമല്ല. അങ്ങനെ കണക്കാക്കരുത്. ഞാൻ വേറെ ഒരു ജ്യോത്സ്യനാണ്. ആരുടെ ആത്മീയ ഗുരുവൊന്നുമല്ല. ഇതിനകത്ത് ചില അന്ധവിശ്വാസങ്ങൾ, ആഭിചാരം എന്നൊക്കെ പറഞ്ഞപ്പെടുന്നു. അതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടായിക്കോളും. ഓക്കെ.